ഹായ് ഓൾ, മൈസെൽ സൗമ്യ ജിതിൻ. സ്പെക്ട്ര വെഞ്ചേഴ്സിൻ്റെ പുതിയൊരു ഇൻറ്റീരിയർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ ഞമനങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് റിസൻ സാറിൻ്റെയും സുനിത മാമിൻ്റെയും വീടിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നോർമൽ ലിവിങ് ഏരിയ ആണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വോള് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഡബിൾ ഹൈറ്റ് ഏരിയ ആണ് ഇവിടെ വോള് വരുന്നത്. ആ വോള് ഹൈലൈറ്റ് ചെയ്തിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മിററിൻ്റെ യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സീലിങ്ങിലേക്കാണ് ഇവിടെ വരുന്നത്. ഡബിൾ ഹൈറ്റ് ഏരിയ സീലിങ്ങിലും ഉണ്ട്, പാസേജ് ഏരിയ സീലിങ്ങും ഉണ്ട്. CNC വിത്ത് നോർമൽ പ്രൊഫൈൽ ലൈറ്റ് ഡിസൈൻസും പാറ്റേണും യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്ലൈവുഡ് വിത്ത് വിനീർ ഫിനിഷിലാണ് നമ്മൾ ഈ ഒരു ഏരിയയിലത്തെ സീലിങ്ങിൻ്റെ വർക്ക് കവർ ചെയ്തിട്ടുണ്ട്. ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പാനൽ ചെയ്തിട്ട്. അതിന് ശേഷം ഫസ്റ്റ് വരുന്നത് പ്രയർ യൂണിറ്റിലേക്കാണ്. പ്രയർ യൂണിറ്റ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ പ്ലൈവുഡ് വിത്ത് ലാമിനേറ്റ് ഫിനിഷാണ്. അത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് CNCയുടെ ഡിസൈൻസ് പാറ്റേൺ ഫോളോ ചെയ്തിട്ടുണ്ട്. ഡൗൺ ഏരിയ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പെബിൾസ് ഇട്ടിട്ട് ലൈറ്റിംഗ് കൊടുത്തിട്ട് ആ ഏരിയയും ഒന്ന് ഹൈലൈറ്റ് ചെയ്യും. TV യൂണിറ്റ് ഏരിയ നമ്മൾ വോൾ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് WPC മെറ്റീരിയൽ ആണ്. അതിൻ്റെ ലൂവേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഓപ്പൺ ബോക്സസ് കൊടുത്തിട്ടുണ്ട് ക്യൂരിയോസ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഫോർമൽ ലിവിങ്ങിൽ മൊത്തത്തിൽ നമ്മൾ ഒരു സിറ്റിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയ വരുന്നുണ്ട് ഇവിടെ. അതേപോലെ ഒരു കോമൺ വാഷ് ഏരിയ വരുന്നുണ്ട്. കിച്ചണിലേക്കുള്ള എൻട്രി ഇവിടെയാണ്. മാസ്റ്റർ ബെഡ്റൂം. ഫോർമൽ ലിവിങ്ങിലെ സീലിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് പ്ലെയിൻ സീലിംഗ് വിത്ത് പ്രൊഫൈൽ ലൈറ്റിംഗ് ആണ്. ജിപ്സം പ്ലെയിൻ സീലിംഗ് വിത്ത് പ്രൊഫൈൽ ലൈറ്റിംഗ് ആണ്. ഇതിൽ ഡൈനിങ് ഏരിയയിൽ മാത്രം നമ്മൾ അതിൻ്റെ സീലിംഗ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിനീർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ത്തോളം ഏറ്റവും ഭംഗി കൂട്ടുന്ന ഏരിയ അതിൻ്റെ കിച്ചൺ തന്നെയാണ്. കിച്ചണിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഫസ്റ്റിൽ തന്നെ നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ആർച്ച് നമ്മൾ പാനൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കിച്ചണിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഫിനിഷ് WPC ആണ്. ബോട്ടം ക്യാബിനറ്റിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത് WPC വിത്ത് ലാമിനേറ്റ് ഫിനിഷാണ്. അതേപോലെ ഓവർഹെഡ് യൂണിറ്റും ലോഫ്റ്റിലേക്കും ഒക്കെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് പ്ലൈവുഡ് വിത്ത് ലാമിനേറ്റ് ഫിനിഷാണ്. പിന്നെ ലെഡ്ജ് വർക്ക്. ടേബിൾ ടോപ്പിലേക്ക് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് നാനോ വൈറ്റ് ആണ്. അതിൻ്റെ നാനോ വൈറ്റിൻ്റെ ഡബിൾ തിക്ക് ഏരിയയിലേക്ക് പ്രൊഫൈലിൽ കൊടുത്തിട്ട് ആ ഒരു ഏരിയയെ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് വോൾട്ടൈലാണ്. വോൾട്ടൈലും നമുക്ക് ഒരു വൈറ്റ് ഫിനിഷിലേക്കാണ് നമ്മൾ പോയിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയൊരു ക്രോക്കറി യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്രോക്കറി വൈഡായിട്ട് യൂണിറ്റിലേക്ക് പോകാണ്ട് ചെറിയൊരു യൂണിറ്റാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ചില ഏരിയാസിൽ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ അവിടെ നമുക്ക് കുറച്ചും കൂടി സ്പേസ് വേണം എന്ന് പറയുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ സാറും മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നമുക്കൊരു എക്സ്ട്രാ ഒരു യൂണിറ്റ് വേണം കൂടിയിട്ട്. പക്ഷേ ഇവിടെ സ്പേസ് പോകാനും പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഏരിയ ആണ് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ ഈ ഒരു ഏരിയ. ഇവിടെ നമ്മൾ ഒരു ഫോൾഡിങ് ടൈപ്പ് ടേബിളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അവിടെ ഇരുന്ന്
ഫുഡ് എന്തെങ്കിലും കഴിക്കണം എന്നുണ്ടെങ്കിൽ കഴിക്കാനും പറ്റും. അത് കഴിഞ്ഞിട്ട് സ്ഥലം പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കത് താഴേക്കത്, അപ്പം നമുക്ക് സ്പേസ് പോവാതെ തന്നെ ആ ഒരു ഏരിയയിലത്തുള്ള കാര്യങ്ങൾ ആ ഒരു പർപ്പസ് നടക്കുകയും ചെയ്യും. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറായിട്ട് നമുക്ക് ഉപയോഗിക്കാനും പറ്റും. നമ്മളിവിടെ 3 ആക്സസറീസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കട്ട്ലറി, പ്ലെയിൻ ബാസ്ക്കറ്റ്, പ്ലേറ്റ് എല്ലാം ടാൻഡം ആക്സസറീസ് ആണ് കൊടുത്തിരിക്കുന്നത്. പ്ലേറ്റ് ഇൻലെക്റ്റുകളുണ്ട്, അതേപോലെ പ്ലെയിൻ ബാസ്ക്കറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അതുപോലെ തന്നെ കട്ട്ലറി യൂണിറ്റ്. അങ്ങനെ 3 എല്ലാം സോഫ്റ്റ് ക്ലോസ് ആണ്. സ്ലൈഡേഴ്സൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. ഹാൻഡിൽസൊക്കെ പ്രൊഫൈൽ ഹാൻഡിൽ റോസ് ഗോൾഡ് ആണ് കളർ തീം കൊടുത്തിരിക്കുന്നത്. ഓപ്പൺ ബോക്സസും കൊടുത്തിട്ടുണ്ട് കിച്ചണിൽ. സീലിങ്ങിലാണെങ്കിൽ പ്ലെയിൻ സീലിംഗ് വിത്ത് പ്രൊഫൈൽ ലൈറ്റിങ്, അതിൽ ചെറിയ ചെറിയ ഡിസൈൻസ് കൊടുത്തിട്ട് സീലിങ്ങും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 3 ആക്സസറീസ് കൂടാണ്ട് നമ്മൾ 2 പ്ലെയിൻ ബാസ്ക്കറ്റും കൂടി ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് രണ്ടും ടാൻഡം തന്നെയാണ്. അതും SS സോഫ്റ്റ് ക്ലോസിൽ തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു കളർ കോംബോയിൽ എല്ലാം അതൊരു കിച്ചൻ്റെ നീഡ് എല്ലാം കൂടിയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കിച്ചണാണ്. നമുക്ക് ബോട്ടം ക്യാബിനറ്റ്, ഓവർ ഹെഡ്, അതേപോലെ ലോഫ്റ്റ് യൂണിറ്റ്, ഓപ്പൺ ബോക്സസ്, ചെറിയൊരു ക്രോക്കറി യൂണിറ്റ്, ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ, അങ്ങനെ എല്ലാം കൂടിയിട്ട് ഒത്തിണങ്ങിയ ഒരു കിച്ചനാണ്. പിന്നെ സിംഗിൾ കളറിൽ കിച്ചൺ ചെയ്യുമ്പോഴുള്ള ഒരു പ്രത്യേക ഭംഗി അത് ഈ കിച്ചൺ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. കിച്ചൻ്റെ വിശേഷങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലെങ്തി വാർഡ്രോബ്സ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വാർഡ്രോബുകൾക്കൊക്കെ നമ്മൾ ലോഫ്റ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്ലൈവുഡ് വിത്ത് ലാമിനേറ്റ് ഫിനിഷിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഹാൻഡിൽസ് വുഡൻ ഹാൻഡിലാണ്. ഇതിനൊക്കെ ഭംഗി കൂട്ടുന്നത് ബേ വിൻഡോ തന്നെയാണ്. ബേ വിൻഡോയിൽ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പോട്ട് ലൈറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഓപ്പൺ ബോക്സസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബേ വിൻഡോയിൽ ഒരു സീറ്റിംഗ് സ്പേസും കൊടുത്തിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ വോൾ ഹൈലൈറ്റ് ആണ്. ഏറ്റവും മിനിമലിസ്റ്റിക് ആയിട്ട് ഭംഗിയായിട്ടാണ് വെയിൻസ്കോട്ട് ചെയ്ത് വെച്ചിട്ടാണ് നമ്മളിവിടുത്തെ വോള് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ സീലിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് പ്ലെയിൻ സീലിംഗ് വിത്ത് പ്രൊഫൈൽ ലൈറ്റിംഗ് ആണ്. അത് കൂടാണ്ട് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മെയിനായിട്ട് ഒരു അയണിങ് ടേബിൾ പ്രൊവൈഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്പേസും പോകാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിൽ അയണിങ്ങിനുള്ള ഒരു യൂസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ബെഡ് കോട്ടിൻ്റെ ബാക്കിലത്തെ പാനലിങ്, വോൾ പാനലിങ് ഹൈലൈറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇത് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ WPCയുടെ ലൂവർ പാനലിംഗ് ആണ്. അതിനൊപ്പം അതിൻ്റെ ഏരിയാസ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മിററിൻ്റെ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ അത് പാനൽ ചെയ്യാനായിട്ട് പ്ലൈവുഡ് വിത്ത് ലാമിനേറ്റ് ഫിനിഷിൽ നമ്മൾ പാനൽ ചെയ്തിട്ട് ആ ഒരു ഏരിയ ബ്യൂട്ടിഫുൾ ആക്കി ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളുടെ കബോർഡ്സിൻ്റെ പാറ്റേൺ ആണ്. കബോർഡിലൂടെ ലാമിനേറ്റ് ഫിനിഷ് തന്നെയാണ്, പ്ലൈവുഡ് വിത്ത് ലാമിനേറ്റ് ഫിനിഷ് തന്നെയാണ്. നമ്മൾ അതിൻ്റെ ഹാൻഡിൽസൊക്കെ വുഡൻ ഹാൻഡിൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ചെറിയൊരു ഓപ്പൺ യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. നമ്മൾ അപ്പർ ലിവിങ്ങിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബേ വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് സിറ്റിംഗ് സ്പേസ് ആയിട്ട് നമുക്ക് നല്ല ഒരു വ്യൂ ആയിട്ട് ലോങ് വ്യൂ ഉള്ള ഒരു ഏരിയയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ പാസേജ് ഏരിയ ആണ്. പാസേജ് ഏരിയയിൽ ത്രൂ ഔട്ട് നമ്മൾ പ്ലെയിൻ സീലിങ്ങിലേക്കാണെങ്കിലും സീലിംഗ് വിത്ത് പ്രൊഫൈൽ ലൈറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുന്ന് നമുക്ക് വരുന്നത് ഒരു ബെഡ്റൂമിലേക്കുള്ള എൻട്രി ആണ്. ഈ ബെഡ്റൂമിൽ നമ്മൾ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബേ വിൻഡോ സ്റ്റോറേജ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബെഡ് കോട്ട്, വോള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലൂവർ പാനലിംഗ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്.
ഈ ബെഡ്റൂമിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിലത്തെ ബെഡ് കോട്ട് തന്നെയാണ്. ബെഡ് കോട്ട് നമ്മൾ നോർമൽ പാറ്റേണിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു വാർഡ്രോബ് വിത്ത് ഡ്രസ്സിങ് യൂണിറ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് കൂടാണ്ട് പ്ലെയിൻ സീലിംഗ് വിത്ത് പ്രൊഫൈൽ ലൈറ്റിംഗ് തന്നെയാണ് സീലിങ്ങിലേക്ക് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. വോള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ക്യൂരിയോസാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. $2,950 സ്ക്വയർ ഫീറ്റിൽ 5 BHKയിൽ അടിപൊളിയായിട്ട് ഉള്ള ഒരു ഇൻറ്റീരിയറിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഇവിടെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ മെയിനായിട്ട് പ്ലൈവുഡ് വിത്ത് ലാമിനേറ്റ് ഫിനിഷാണ്. അത് നമ്മളുടെ തന്നെ ഓൺ ബ്രാൻഡായ സ്പെക്ട്ര സ്റ്റാർ ആണ് പ്ലൈവുഡ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ലാമിനേറ്റ് സെഞ്ചുറി ലാമിനേറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ സീലിംഗ് ഏരിയയിലേക്കൊക്കെ നമ്മൾ കൊടുത്തിരിക്കുന്നത് പ്ലൈവുഡ് വിത്ത് വിനീറാണ്. വിനീറും സെഞ്ചുറിയുടെ തന്നെ നാച്ചുറൽ വിനീറാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ബേസ് മെറ്റീരിയലായിട്ട് കിച്ചണിലും വാനിറ്റി വാഷ് ഏരിയാസിലൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത് WPC ബോർഡാണ്. അത് DMAC എന്ന് പറഞ്ഞ ബ്രാൻഡും BSK എന്ന് പറഞ്ഞ ബ്രാൻഡുമാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. DMAC ആണ് നമ്മൾ ഈ ഒരു സൈറ്റിൽ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ. ഈ ഒരു ഇൻറ്റീരിയറിൽ ബേസ് മെറ്റീരിയലായിട്ട് മെയിൻലി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് പ്ലൈവുഡും WPC ബോർഡുമാണ്. അപ്പോൾ ഇനി കൂടുതലായിട്ട് പുതിയൊരു ഇൻറ്റീരിയർ വീഡിയോവുമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും സ്പെക്ട്ര വെഞ്ചേഴ്സിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ പുതിയ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. വൺസ് അഗെയിൻ മൈസെൽഫ് സൗമ്യ ജിതൻ. താങ്ക് യു.